ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് അനുകൂലമായി തരംഗമുണ്ടെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. ജനങ്ങളുടെ ഇടയിൽ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ചെറിയ വേവ് കോൺഗ്രസിന് അനുകൂലമായി യുഡിഎഫിന് അനുകൂലമായിട്ട് കേരളത്തിലുണ്ടെന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്പൂർണ്ണ പരാജയമാണെന്നും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയതുകൊണ്ട് ബി.ജെ.പി ജയിക്കില്ലെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് തരൂരിനെതിരെ കോൺഗ്രസിന്റെ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് നീക്കമുണ്ടെന്ന് താൻ കരുതുന്നില്ലെന്ന് സന്ദേശം.കോമിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഞങ്ങളുടെ മുഖ്യ ശത്രു രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടമല്ലേ. പ്രൈം പോരാട്ടം അതിനോടെതിരായിട്ടല്ലേ. അപ്പോൾ അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. പ്രചരണത്തിന് വേണ്ടി കേരളത്തിൽ അധിക സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യുഡിഎഫിന് അനുകൂലമായ തരംഗമുണ്ടെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. കാരണം മോദി ജയിച്ചാൽ ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് ജനം ഭയക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ഇനിയൊരു തിരഞ്ഞെടുപ്പ് പോലും ഉണ്ടാകുമെന്നുള്ള പേടി ജനങ്ങളുടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ പോക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ ഓരോ ദിവസവും ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇവരുടെ ഒരു അറഗൻസി, ഓൺലി വൺ പോളറൈസേഷൻ പോയിൻ്റ്. അപ്പോൾ വലിയ ഒരു ജനവിഭാഗത്തിനിടയിലും പൊതുവായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലും ഒക്കെ തന്നെ ഒരു വിശ്വാസമുണ്ട് ഈ സർക്കാർ മാറിയ ഒരു ചേഞ്ച് അനിവാര്യമാണെന്നില്ല. ആ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള വോട്ടായിരിക്കും വോട്ട്. ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്തവരുടെ ഇടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയതുകൊണ്ട് ജയിക്കാൻ കഴിയില്ല. മോദി സമ്പൂർണ്ണ പരാജയമാണ്. രാജ്യത്ത് കോൺഗ്രസിന്റെ മുഖ്യ ശത്രു ബി.ജെ.പി തന്നെയാണെന്നും കെ.സി. കൂട്ടിച്ചേർത്തു. അവരുടെ പോളറൈസേഷൻ കേരളത്തിൽ മാത്രമല്ല മറ്റു പലയിടത്തും ഇപ്പോൾ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഗുണം ചെയ്യുന്നതൊപ്പം തന്നെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കൾ താമസിക്കുന്നിടത്ത് പോലും ഇത് ആൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അവർ ഇതിൽ വീഴില്ല. കാരണം 5 കൊല്ലത്തെ ഗവൺമെൻറ് പെർഫോമൻസ് അല്ലേ ചോദിക്കുന്നത്. ഇപ്പോൾ ആളുകൾക്ക് പട്ടിണിയും പ്രയാസമായിട്ട് നിൽക്കുമ്പോൾ, ജോലിയില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങൾ വെറും പോളറൈസേഷൻ മാത്രം പറഞ്ഞു, അതിനകത്ത് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കും. ആത്മാർത്ഥത ഇല്ലാന്ന് 5 കൊല്ലം ഭരിച്ചിട്ട് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാതെ ഇലക്ഷൻ സമയത്ത് മാത്രം ഇത് പറയുമ്പം അതിലൊന്നും ആരും വീഴില്ല. മോഡി ഒരു സമ്പൂർണ്ണ പരാജയമാണ്. കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് നേതാക്കൾ പോകുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഒരാൾ കോൺഗ്രസിൽ നിന്ന് പോയാൽ ബി.ജെ.പിയിൽ നിന്ന് 10 പേർ കോൺഗ്രസിലേക്ക് വരുന്നുണ്ടെന്ന് കെ.സി. വേണുഗോപാൽ മറുപടി പറഞ്ഞു. കോൺഗ്രസ് ഒരു വലിയ പ്രസ്ഥാനമാണ്. 1-2 ആൾ പോകുന്നുണ്ട്, അതിൽ 10 ആൾ തിരിച്ചും വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു ഹിമാചൽ പ്രദേശിലെ അവരുടെ മന്ത്രി തന്നെ രാജിവെച്ച് ഇങ്ങോട്ട് വന്നു. ശത്രുഘ്ൻ സിൻഹ രാജിവെച്ച് ഇങ്ങോട്ട് വന്നു. അവരുടെ എം.പി കീർത്തി ആസാദ് രാജിവെച്ച് ഇങ്ങോട്ട് വന്നു. കഴിഞ്ഞ ദിവസം നിരവധി മുംബൈയിൽ നിന്നും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ രാജിവെച്ചും കൊടുക്കുന്നു. എല്ലാ സ്റ്റേറ്റിലും ബി.ജെ.പിയുടെ ഞാൻ തന്നെ എത്ര പേരെ സ്വീകരിച്ചു. അപ്പോൾ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൊടുക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോകുന്നുണ്ടാവും. അതിനെ ഇങ്ങനെ സാമാന്യവൽക്കരിക്കേണ്ട കാര്യമുണ്ടോ? ആം ആദ്മിയുടെ സമീപനം പ്രതിപക്ഷ ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലെന്നായിരുന്നു ഡൽഹിയിലെ സഖ്യശ്രമം പാളിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് കെ.സിയുടെ മറുപടി. കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായൊരു കേന്ദ്രമായിരുന്നു ഡൽഹി. ആം ആദ്മി പാർട്ടി ഏറ്റവും ശക്തമായ ആക്രമണം നടത്തിയത് കോൺഗ്രസിനെതിരായിട്ടായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകരുടെ ഇടയിൽ ഒരു വലിയ പ്രശ്നമുണ്ട് അവിടെ. പക്ഷേ എന്നിരുന്നാലും വിശാലമായ പ്രതിപക്ഷ താല്പര്യത്തിന് വേണ്ടി ഞങ്ങൾ അല്പസ്വല്പം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരുന്നതാണ്. പക്ഷേ അവർ ആ കാര്യത്തിൽ ആപ്പിൻ്റെ സമീപനം പ്രോത്സാഹനജനകമായിരുന്നില്ല. അവരൊരു പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടിയിട്ടൊരു സമീപനമല്ല ഡൽഹിയിലെടുത്തത്. എന്തായാലും ഞങ്ങളവിടെ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് തരൂരിനെതിരെ കോൺഗ്രസിലെ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് നീക്കമുണ്ടെന്ന് താൻ കരുതുന്നില്ലെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. പാർട്ടിക്ക് ഏറ്റവും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പറ്റില്ലെന്നായിരുന്നു കെ.സി. വേണുഗോപാൽ ഉറപ്പിച്ചു പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, കോൺഗ്രസിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിനകത്ത് ഡൈല്യൂട്ട് ചെയ്യാൻ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ശ്രമിക്കാൻ അവർക്ക് പറ്റില്ല ഈ തെരഞ്ഞെടുപ്പിൽ. വെരി ക്ലിയർ.